ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഒന്ന് ലേറ്റായി പോയൊരു ദിവസമായിരുന്നു, ശനിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാൻ നല്ല വൈകിട്ടോ. 6 മണിക്ക് എഴുന്നേറ്റു, പിന്നെ ഒന്ന് കിടന്നുറങ്ങിട്ടോ. ആ കിടന്നുറങ്ങൽ പിന്നെ എഴുന്നേറ്റത് 8:30ക്കാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ലേറ്റായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, മൊത്തത്തിൽ നാശമായൊരു ദിവസമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് പണിയൊക്കെ എടുക്കാനൊരു പ്രത്യേക ഉഷാറിങ്ങനെ എവിടെ നിന്നൊക്കെയോ മണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഷൂട്ട് ചെയ്താണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മുക്കിലും മൂലിലും ഫോൺ കളിച്ചിരിക്കും കേട്ടോ. എൻ്റെ ഒരു രീതി അതാണ് കേട്ടോ. നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഫോൺ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫോൺ കളിക്കാൻ കയ്യിലുണ്ടാവില്ലല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ അട്ടപ്പാടിയിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഫാദുവിനെ അങ്ങനെ മടിയിലിരുത്തി ഇങ്ങനെ തലയൊക്കെ വാർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിൽ വന്ന് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും വെയിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ തീ കത്തിച്ചു, ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതൊരു 10 മണിയൊക്കെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് തലേദിവസത്തെ മീൻകറി, മീൻ വറുത്തതൊക്കെ ഉണ്ടെന്ന്. ഇനി ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. ഇത് രാത്രിത്തെ പിന്നെ ഞാൻ കഴുകി വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. ഇത് രാവിലെ ദോശ ഉണ്ടാക്കിയതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. പാത്രങ്ങൾ നമ്മളെ സിങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീടിനെ മൊത്തത്തിലൊരു വീടിനല്ല അടുക്കളക്ക് ഒരു ക്ലീൻ ആയ പോലെ തോന്നും കേട്ടോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങൾ വേഗം ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാത്രങ്ങൾ കഴുകാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോപ്പൊക്കെ നല്ല പദം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോപ്പൊക്കെ തീർന്നു കഴിഞ്ഞാൽ എനിക്ക് മടിയാണ് കേട്ടോ. പെട്ടെന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്കാനെ വിളിക്കുമ്പോൾ നാളെ കൊണ്ടാന്നൊക്കെ പറയാമല്ലോ, അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോപ്പ് കഴിഞ്ഞാൽ. ഇല്ലാന്നുണ്ടെങ്കിൽ സോപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാത്രം കഴുകാൻ. ഞാൻ ഇവിടെ വാങ്ങിക്കല് നമ്മുടെ എക്സോ അതിൻ്റെ ടബ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിക്കുക. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇടുക, അപ്പോൾ നല്ല പദം ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് ഈ സ്ക്രബ്ബർ കൊണ്ട് തേക്കുന്നതിനേക്കാൾ ഇങ്ങനെ നമ്മളെ പോളിസ്റ്റർ ആയിട്ടുള്ള ഷാൾ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ തേക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് തേക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുക. പിന്നെ അത് തേച്ചിട്ട് ഈ ഒരു കൊട്ടയിലേക്ക് ഇട്ട് വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. വെള്ളമൊക്കെ പോയ ശേഷം പിന്നെ അതിൻ്റെ റാക്കിക്ക് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. വെള്ളത്തോടെ എടുത്ത് വെക്കാൻ പറ്റൂല. അപ്പോൾ അത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി അതൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ. ഇനി അടുത്ത പണി പറയുന്നത് വേസ്റ്റ് കളയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു വീടിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇക്കാൻ്റെ തറവാടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോട്ടിലല്ല തറവാട്ടിലൊരു തെങ്ങുണ്ട് കേട്ടോ. അപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലാണ് നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയിടല്ലേ കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, പച്ചക്കറി ചെത്തിയതിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ തൊലി അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെയാണ് കേട്ടോ കൊണ്ടുപോയിടുക. ചാരം അതൊക്കെ കേട്ടോ. അപ്പം ഞാൻ പോവാൻ നിന്ന് കഴിഞ്ഞാൽ 2 പേരും എൻ്റെ പിന്നാലെ വരും കേട്ടോ. വേറെ ഒന്നുമല്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പുളിമരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് പുളി പെറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ പിന്നെ വേസ്റ്റൊക്കെ കളഞ്ഞ് വന്ന ശേഷം പിന്നെ വേഗം തന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റേഷനരിയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി അടുത്ത പണി തിരുമ്മുള്ള തുണികളൊക്കെ പെറുക്കലാണ്. എല്ലാ റൂമിലും ഓരോരോ തുണികൾ ഉണ്ടാവുമല്ലോ. ഈ ഒരു ബക്കറ്റ് വെക്കുന്ന സമയത്ത് ഞാൻ പറയും കേട്ടോ, ഇതിൽ തന്നെ തിരുമ്പാനുള്ള തുണികൾ ഇടുന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊഴിക്കുക ബാക്കി എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ തുണികൾ. അപ്പോൾ ബാത്റൂമിലും കട്ടിലിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി എടുത്ത് സോപ്പ് പൊടി ഇട്ട് വെക്കാണ് കേട്ടോ. എന്നിട്ട് സോപ്പൊടിയിലിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പിയാൽ മതിയല്ലോ, അപ്പോഴത്തേക്കും ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് സോപ്പൊടിയിലിട്ട് വെക്കാണ്. ഒരു 12:30 വരെയൊക്കെ നമുക്ക് തിരുമ്പാൻ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കല്ലിൻ്റെ അവിടെ ഭയങ്കര വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തിരുമ്പാലോ വിചാരിച്ചിട്ട് ഞാനൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ തുണികളൊക്കെ ഒന്ന് സോപ്പൊടിയിലിട്ടു. പിന്നെ അത് ഇന്നലെ തിരുമ്പിയ തുണികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് എടുത്ത് വെക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ ഇനി നമുക്ക് തിരുമ്പി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒലിമ്പി വിരിച്ചിടാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ, ഇപ്പം കടയ്ക്ക് പോകാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫാദുക്കുട്ടി ഞാനും ഉണ്ട് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയണേ ഞാനും ഫേസിയും പാടെ പോയിട്ട് എനിക്ക് മിഠായി വാങ്ങിച്ചു തരാമെന്ന് പറയണം. അപ്പോൾ പറ്റൂല, ഞാനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ല ഫാദോ, ഇപ്പൊ കാക്ക് പോയിട്ട് വാങ്ങിട്ട് വരും കുട്ടിക്ക്. അതുവരെ പാട്ട് വെച്ചുതരാം. ഇനി കൊണ്ടേക്കത ഈ കടയ്ക്കല്ലേ, അതാ ചെരു. പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ട് ഉപ്പേരിയും വെക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻകറിയും മീൻ വറുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാണ് കേട്ടോ.
ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണ് കേട്ടോ, കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അതാ ഒരു ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം വലിയ ബീട്രൂട്ടാണ്. അപ്പോൾ അതൊന്ന് ആദ്യം തന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ബീട്രൂട്ട് പേര് പൊതുവെ ഇവിടെ അങ്ങനെ വെക്കലില്ല കേട്ടോ, എനിക്കും പ്രത്യേകിച്ച് അതിങ്ങനെ ഇഷ്ടമില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ അതാ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഇതേപോലെ 2 സൈഡും കട്ട് ചെയ്തിട്ട് ഒരു 4 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇപ്പയും ഫാദും കുട്ടിയും വന്നിട്ട് എന്താ ചെയ്യണേന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു പശയും അല്ലാന്നുണ്ടെങ്കിൽ ചോറ് വാർത്ത് കഴിഞ്ഞാൽ ഒരു ഒട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വാർത്ത് കഴിഞ്ഞാൽ റേഷനറി ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കഞ്ഞി വാർക്കുന്ന സമയത്ത് എന്തായാലും ഇതേപോലെ കുറച്ച് വെള്ളം പോവും, കുറച്ച് ചോറ് ആ കഞ്ഞി വെള്ളത്തിലുണ്ടാവും കേട്ടോ. അത് ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര പേടിയാണ് കേട്ടോ കഞ്ഞി വാർക്കുന്നത്. എന്നാലും പിന്നെ ഊറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഊറ്റി കഴിഞ്ഞാൽ എന്തോ അതിൽ വെള്ളം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. ഓരോ ദിവസവും വിചാരിക്കൂട്ടോ വാർക്കുന്ന സമയത്ത് പഠിച്ചോനെ എന്ന് കഴിച്ചില്ലായോ എന്നിങ്ങനെ വിചാരിക്കൂട്ടോ. പിന്നെ ഇതാ ഇപ്പം ഈ മക്കളൊക്കെ പാടും കടയ്ക്ക് പോകണം കേട്ടോ മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പാക്ക് ഇവിടെ വന്ന ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫൈസി മുന്നിൽ ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാദറിൻ്റെ കൈ പിടിച്ചത് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിതാ ഓല് കടയ്ക്കൊക്കെ പോയി നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഗ്രേറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് പിന്നെ ഇവർക്ക് ഒന്നും കൂടി തിന്നാം കേട്ടോ. അങ്ങനെ പീസാക്കിയിട്ട് വെക്കുമ്പോൾ അധികം തിന്നലില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരവാനുള്ളൊരു മടിക്ക് ഞാനിതേപോലെ ഇങ്ങനെ കത്തിയും കൊണ്ട് ഇങ്ങനെ പൂണ്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഒരു തവണ ഇങ്ങനെ പൂണ്ട സമയത്ത് എൻ്റെ വിരലിൻ്റെ അവിടേക്ക് കത്തിയോണ്ട് കയറി കേട്ടോ. എന്നിട്ട് ചോര നിൽക്കാണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്നാലും അത് വലിയൊരു കത്തിയായിരുന്നു കേട്ടോ. ഫ്രണ്ട് ഭാഗം നല്ല കൂർപ്പുള്ള കത്തിയുണ്ടല്ലോ സ്റ്റീലിൻ്റെ, അതായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ആ കത്തി എടുക്കലില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കത്തി പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഇങ്ങനെ പുണ്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3-4 ചെറുള്ളിയും പിന്നെ ഒരു 2-3 പച്ചമുളകും ഒരു 1/4 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഈ നമ്മളെ ചോറ് അടുപ്പിൽ വെന്ത ശേഷം തീയും കനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അടുപ്പിൽ തന്നെ വെക്കാൻ വിചാരിച്ചു. എന്തായാലും ചെറിയ തീയിൽ ഇങ്ങനെ വേവേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് അടുപ്പിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് കടുകും കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ടും പറയാം കേട്ടോ. ഇനി തേങ്ങയ്ക്കൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് തീ കുറച്ചിട്ട് മൂടി വെച്ച് കൊടുക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ അടിച്ചു വരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറച്ച് പൊടിയും മണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുട്ടികൾ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഓടി കളിച്ചിട്ടൊക്കെ ഇന്നലെ വൈകുന്നേരത്തൊക്കെ ഉള്ളിൽ കൂടെയും പുറത്തു കൂടെയൊക്കെ ചെയ്യുന്ന കേട്ടോ കളി. അപ്പോൾ അതുകൊണ്ട് ഇതാ ഉള്ളിൽ കൂടെ സിറ്റൗട്ട് കൂടെയൊക്കെ നിറച്ച് മണ്ണായിരുന്നു. അപ്പോൾ ഇതാ വേഗം ഒന്ന് അടിച്ചു വരാണ്. അപ്പോഴത്തേക്കും ഇതാ കടയ്ക്ക് പോയവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് സിപ്പപ്പ്, ഒരാൾക്ക് ഐസ്ക്രീം, പിന്നെ അതാ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകുട്ടി ഭയങ്കര വില്ലത്തിയാണ്. അവൾക്ക് ഐസ്ക്രീം മതി പറഞ്ഞിട്ട് അത് വാങ്ങി. കൈസി ഇത് മതി പറഞ്ഞിട്ട് ഇത് വാങ്ങി കേട്ടോ. പിന്നെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം പൊടിഞ്ഞ് വാങ്ങിയിരുന്നു കേട്ടോ ഞാൻ. അവൾ 1-2 സ്പൂണൊക്കെ തരും കേട്ടോ. കൂടുതൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഐസ്ക്രീമൊക്കെ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകും കേട്ടോ. അമ്മാരി ദേഷ്യക്കാരിയാണ്. അവൾക്ക് കോരുമ്പോഴായിട്ട് കുറച്ച് കിട്ടണുള്ളൂ. നമ്മൾ കോരുമ്പോൾ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ അത് അവൾ തിന്നുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇരുന്നതാ. പിന്നെ നമ്മുടെ എന്താ പറയുക കിൻഡർ ജോയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടല്ലോ ചിരട്ട്, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊളിക്കാൻ ശരിക്കും കത്തി കുന്തൊക്കെ വേണ്ടി വരും. അപ്പോൾ എങ്ങനെയൊക്കെ അതൊക്കെ പൊളിച്ച് അതും കൂടി കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ സിപ്പപ്പും മിഠായും കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഇതാ കുട്ടികളെയും മക്കളെയും ഇപ്പാനെയും എല്ലാവരും കൂടി ഞാൻ സിറ്റ് ഔട്ട് ആക്കിട്ടോ. അതിനുശേഷം ഇതാ അവിടെ നിന്ന് അടിച്ചു വാരിയാണ്. അങ്ങനെ ഇതാ ഹാളൊക്കെ അടിച്ചു വാരി ഈ ഒരു റൂം അടിച്ചു വാരാണ്. അപ്പോൾ ആദ്യം തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞ് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ഒരു റൂമിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ആ ഒരു ബെഡ് ഇങ്ങനെ ക്ലീനായി കിടക്കുന്നതാണ് കേട്ടോ.
പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബെഡ് ഇങ്ങനെ ക്ലീൻ ചെയ്തിടാൻ. പക്ഷേ എന്താ പറയുക, കുട്ടികളൊക്കെ വന്ന് നാശാക്കുമ്പോൾ നല്ല ദേഷ്യം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഒന്ന് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആയി വിചാരിക്കണം. 2-3 കടകളിൽ ചോദിച്ചപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റ് സെറ്റ് ആവുമോ എന്നുള്ളൊരു പേടി, അതുകൊണ്ടാണ് പിന്നെ വാങ്ങിക്കാത്ത ഓൺലൈനിൽ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് അടുത്ത മിഠായി പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്, മറ്റേ ജെല്ലി മിഠായി ഉണ്ടല്ലോ, അത് ഇതാ പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ച് കൊടുക്കാൻ മാത്രമല്ല നമ്മുടെ ചുമതല, അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാൻ പോലും നമ്മുടെ കയ്യിൽ തരില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് തലക്കിണിയൊക്കെ നമ്മൾ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ വെച്ചു. പിന്നെ ഒന്ന് വേഗം തന്നെ അടിച്ചു വാരിയിടാണ്. അടിച്ചു വാരിയിട്ടാൽ തന്നെ പകുതി ക്ലീൻ ആവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോഴൊക്കെ ആ ഒരു പൊടി ഇങ്ങനെ കാൽമക്ക് ഇങ്ങനെ തട്ടുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറായിരിക്കും കേട്ടോ. പിന്നെ ഇതാ ചോറൊക്കെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബീറ്റ്റൂട്ട് ഉപ്പേരി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് കുക്കറിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ എന്തായാലും ബീറ്റ്റൂട്ട് വെന്തല്ലോ, അപ്പോൾ പിന്നെ ഞാൻ അടുപ്പിൽ തന്നെ വെക്കാൻ വിചാരിച്ചു. സിമ്പിളായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും അരക്കാതെ നല്ല കട്ടിയിൽ വെക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. തേങ്ങ അരക്കണത് ഇഷ്ടമില്ല. അപ്പം ഞാൻ നമ്മൾ കുക്കറിൽ വെക്കുമല്ലോ, പരിപ്പും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുമല്ലോ, അതന്നെ എന്നിട്ട് തൂമിച്ചെടുക്കാത്തുള്ള എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും തുടക്കമൊക്കെ വേണമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും ഈ കറിയും കൂടി റെഡി ആയിക്കോളും. പിന്നെ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ കുക്കറിൽ വെക്കുന്ന ആ ഒരു സ്പീഡിലാവില്ല, എന്നാലും തീൻ്റെ ആ ഒരു ചൂടുകൊണ്ട് പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് ഇയാളിതാ ഒരു കുറേ മറ്റേ കുഞ്ഞ് കണിമാങ്ങണ്ടല്ലോ ഇവിടുന്ന് പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതന്നെയാണ് കേട്ടോ പണി. ലീവുള്ള ദിവസം നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ മാവുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നല്ല കാറ്റുമല്ലേ, അപ്പോൾ ആ ഒരു കാറ്റത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ വീഴും, അത് പെറുക്കുക ഇങ്ങനെ കൊണ്ടുവരാൻ തന്നെ പണി. ഇത് തിന്നാൻ പോലും ഇല്ല കേട്ടോ, അത്രയ്ക്കും കുഞ്ഞിതാണ് കണ്ടില്ലേ. പിന്നെ അത് ലേസിൻ്റെ കവറിൽ ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് കേട്ടോ, അപ്പുറത്തെ കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാ ലേസിൻ്റെ കവറിലൊക്കെ ഇട്ടിട്ട് ആൾ പോയിട്ടുണ്ട്. അപ്പം ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് അടുത്ത പാത്രങ്ങൾ നിരന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഇപ്പം തന്നെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും കൂടി നിരക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇത് കുറച്ചാകുമ്പോൾ പിന്നെ വേഗം തീരും. കൂടുതലാകുന്ന സമയത്ത് ഇത് കഴുകി കഴിഞ്ഞാൽ ഒതുക്കി വെക്കാൻ ആ ഒരു ബോക്സും തികയാതെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാകുമ്പോൾ തന്നെ വേഗം കഴുകാമെന്ന് വിചാരിച്ചു. അത് വേഗം ഒന്ന് ഷടപടിയെന്ന് കഴുകിയെടുക്കാണ് കേട്ടോ. പിന്നെ 12 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് തിരുമ്പണ കല്ലിൻ്റെ പകുതി മുക്കാൽ ഭാഗത്തോളം വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തലമ്മ എത്തുന്നതിന് മുന്നേ തന്നെ തിരുമ്പാൻ വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇന്ന് തിരുമ്പൽ നടക്കില്ല കേട്ടോ. പിന്നെ ഒരു 5 മണി 5:30 6 മണിയൊക്കെ ആവും കേട്ടോ. ശരിക്കും ഇവിടുത്തെ വെയിൽ പോകുമ്പോൾ എനിക്കിങ്ങനെ മുഖത്ത് വെയിൽ കെട്ടണം ഒന്നും ഇഷ്ടമില്ല കേട്ടോ. ഇഷ്ടമല്ല എന്നല്ല, തലവേനിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ തിരുമ്പാൻ വിചാരിച്ചു. തിരുമ്പിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തോ പണി കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഫീലായിരിക്കും. അപ്പോൾ വേഗം ഒന്ന് തിരുമ്പിയിടാണ് കേട്ടോ. പിന്നെ കുറച്ചുള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തന്നെ ഒന്ന് തിരുമ്പിട്ടു. തിരുമ്പലൊക്കെ കഴിഞ്ഞ് വിരിച്ചിട്ട ശേഷം പിന്നെ ഒന്ന് വേഗം തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നലെ തുടക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഡെയിലി തുടക്കുകയാണെങ്കിൽ ക്ലീൻ ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ 1-2 തുടക്കണം കേട്ടോ. കുട്ടികൾ സ്കൂൾക്ക് പോകാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും. ലീവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചെരുപ്പിട്ടിട്ട് ഉള്ളിൽ കയറും, ചെരുപ്പിടാതെ മുറ്റത്ത് പോയിട്ട് അങ്ങനെയും കയറും. അങ്ങനെ ആ ഒരു കാലിൻ്റെ പാടൊക്കെ കാണും കേട്ടോ. ശരിക്കും ഈ ഒരു കളർ ടൈൽസ് എടുത്തപ്പോൾ നമ്മൾ കയറി താമസത്തിനൊക്കെ എല്ലാവരും പറഞ്ഞത് എന്താണെന്നറിയോ, മണ്ണായാലും ചെളിയായാലും ഒന്നും അറിയില്ല, ഒരാഴ്ച തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു ദിവസം തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ശരിക്കും അതറിയാൻ പറ്റും കേട്ടോ. ശരിക്കും വൈറ്റിനേക്കാളും എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഗ്രേ കളറ് അങ്ങനത്തെ കളറൊക്കെ ആയിരിക്കും ശരിക്കും തുടച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം അറിയാം കേട്ടോ. ആ ഒരു കാലിൻ്റെ പാടൊക്കെ എടുത്ത് കാണിക്കും കേട്ടോ. വൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചായക്കറ കറി അങ്ങനെയൊക്കെ പോയാലേ അറിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പൊടിയൊന്നും നല്ലോണം അറിയില്ല. പക്ഷേ ഇതിൽ പൊടി കാലിൻ്റെ പാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലോണം അറിയും കേട്ടോ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല, ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പകലാണ് കേട്ടോ നല്ലോണം അറിയാം. വെയിലിൻ്റെ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ നല്ലോണം അത് തുടച്ചിട്ടില്ല എന്ന് തന്നെ തോന്നും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും തുടക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം തുടക്കാണ് കേട്ടോ. ഇപ്പോഴത്തേക്കും ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാദുക്കുട്ടിയാണെങ്കിൽ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ തീരെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. ആൾ ഫൈസിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ദോശയ്ക്ക് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ തുടച്ചിട്ട് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനും മക്കളും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ചോറും പിന്നെ തലേദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പരിപ്പ് കറി, നമ്മൾ നേരത്തെ വെച്ച പരിപ്പ് കറി, പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരി, മീൻ വറുത്തതും, അച്ചാറും, നാരങ്ങാച്ചാറും. നമ്മുടെ ലൈവ് ഉണ്ടാക്കിയ ബാക്കി തോട് കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറുണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ അച്ചാറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് വലിയ പീസായി പോയി എന്നുള്ളതാണ് മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ TV ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഫാദുക്കുട്ടിക്ക് ഭയങ്കര സങ്കടം കേട്ടോ, അവളെ കാണില്ല പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഫോണൊന്ന് പൊക്കി പിടിച്ച് അവളൊന്ന് കാണിച്ചു കൊടുത്താണ് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക ഒരു 2-2:30 ആയിട്ട് ഇക്ക വന്നപ്പോൾ ഇക്ക വന്ന് പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കി മസാല ഇട്ട് വറുത്ത് ഇക്കാക്ക് ചോറൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ നമ്മളിതാ പാടത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇക്കാക്ക് നാളെ വൈക്കോൽ ലോഡ് കൊണ്ടുപോകാനുണ്ട് കേട്ടോ പഠിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വൈക്കോൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ ഈ നെല്ലൊക്കെ ഇങ്ങനെ തല്ലണതും കൊയ്യണതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ കല്ലുമ്പോൾ അങ്ങനെ തല്ലാണ് കേട്ടോ. എന്നിട്ട് അപ്പുറത്തേക്ക് മാറ്റിയിടാണ്. ഇതാണ് നമ്മൾ വൈക്കോലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയുന്നവരായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടതാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല അവിടെ നിന്ന് എണ്ണക്കടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ സമയമായിട്ടുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ചായ വെക്കാം എന്നാൽ എണ്ണക്കടി വാങ്ങി പോകാൻ വിചാരിച്ചു. അങ്ങനെ ഉള്ളിവടയും വാഴക്ക ബജ്ജി, പഴംപൊരി, പരിപ്പുവട അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് പരിപ്പുവട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ പരിപ്പുവട എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഇങ്ങനെ നല്ലോണം മുരിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല മുരിഞ്ഞ പരിപ്പുവടയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ച് കടിയൊക്കെ തിന്നു. പിന്നെ ഇപ്പോൾ പോയി കേട്ടോ. ഇപ്പോൾ വൈകുന്നേരത്തെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.